എന്തുട്ടാ പരിപാടി? വായ പൊള്ളി ഒരു വ്ളോഗാണ് കേട്ടത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു തട്ടുകടയൊക്കെയാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ കടയച്ചേട്ടൻ പറഞ്ഞു ഇവിടത്തെ ഒരുവിധം സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പോന്നോട്ടെ എന്ന് പറഞ്ഞു. ബീഫും പോട്ടിയും ചില്ലിയും പോർക്കും ഉള്ളതെന്നാ പറഞ്ഞത്. അതിന്റെ ഒപ്പം കൊള്ളി ഉണ്ട് കേട്ടാ. പിന്നെ മുട്ടയോണ്ടുള്ള ഐറ്റംസും ഉണ്ട്. ഞങ്ങൾ ഓരോ പ്ലേറ്റ് ചില്ലിയും പോർക്കും ബീഫും പോട്ടിയും പറഞ്ഞു. ഇവിടെ ഓരോ ദിവസം ഓരോ സ്പെഷ്യൽ ഐറ്റംസ് അത്രേ. ആടിന്റെ തലച്ചോറും ആടിന്റെ തല ലിവറൊക്കെ എടുത്ത് സ്പെഷ്യലാണ്. ആടിന്റെ ഐറ്റംസ് ഉള്ള നേരത്താണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് നേരം പോയി. ഇവിടെ 3 മണിയാകുമ്പോഴേക്കും തട്ടുകട ഓപ്പൺ ആവും. ഞങ്ങൾ എത്തുമ്പോഴേക്കും ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നേ. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇത് കിട്ടിയത്, അല്ലെങ്കിൽ ഇതും കിട്ടിയിരുന്നില്ല. കിച്ചണിനാണ് കൊള്ളിയും ചില്ലിയും പറഞ്ഞത്. ആദ്യം അവന്റെ ആണ് ഉണ്ടാക്കണത്. എല്ലാ ഐറ്റംസും അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മൾ എന്താ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ അപ്പ ചൂടാക്കി മസാല കൂട്ടിയിട്ട് തരുന്നത്. ഞങ്ങൾ വന്നപ്പോ തന്നെ കുറച്ച് ആൾക്കാർ പാഴ്സലിനും കഴിക്കാനും വന്നിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ അവരവിടെ നിന്ന് മടങ്ങിപ്പോയി. അതിന്റെ ഇടയ്ക്ക് ഗ്രീൻ പീസിനും മുട്ടയ്ക്കും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പാഴ്സലിന്. ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കണതിന്റെ ഇടയിൽ കൂടെ അതും ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ചേട്ടൻ തന്നെ അവിടെ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോണ്. ഈ ഒരു ചേട്ടന് ഉള്ളെങ്കിലും ആ ചേട്ടൻ നല്ല സ്പീഡാണ്. ഞങ്ങള് മുന്നേ 1-2 പ്രാവശ്യം കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടാ. മുട്ടയും ഗ്രീപീസും പാഴ്സൽ പറഞ്ഞിട്ട് അത് പൊതിയണ തിരക്കിലാണ് ആള്. പാഴ്സൽ പറഞ്ഞിട്ടുള്ള ഫുഡ് കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ ടേബിളിലേക്ക് ഞങ്ങളുടെ സാധനങ്ങൾ വെച്ച് തന്നു. ആദ്യം കിച്ചൺ ഐറ്റം തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്, ചില്ലിയും കൊള്ളിയും. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ പോർക്കും കൊള്ളിയും വന്നു. പിന്നെ ഞാൻ പറഞ്ഞത് കൊള്ളിയും പോട്ടിയായിരുന്നു, അത് എത്തിയിട്ടുണ്ട്. അടുത്ത മുൻചേണ്ട കൊള്ളിയും ബീഫും ആണ്. അങ്ങനെ കംപ്ലീറ്റ് ഐറ്റംസ് ഞങ്ങളുടെ ടേബിളിന്റെ മേലെ നിന്നായിരുന്നു. ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയ സെറ്റപ്പ് ആണ് അവിടെ ഉള്ളത്. അതിന്റെ സൈഡിൽ തന്നെ സിമന്റ് കൊണ്ട് കെട്ടിയ ഒരു സ്ഥലത്ത് കുറെ ആൾക്കാർ ഇന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ എന്റെ ഐറ്റം ഞാൻ ടേസ്റ്റ് ചെയ്ത്. കൊള്ളിയും പൊട്ടി അടിപൊളി ടേസ്റ്റ് ആണ് ട്ടാ. ഈ തട്ടുകടയിലത്തെ ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ട്ടാ. ആനക്കോട്ട വഴി ആരെങ്കിലും പോണ്ടെങ്കിൽ തട്ടുകടയിൽ കയറി ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. പോണവരൊന്ന് ശ്രദ്ധിച്ചോളൂ. 3 മണിക്കാണ് അവിടെ സ്റ്റാർട്ടിങ്. നേരെ വൈകി ചെന്ന് ചിലപ്പോ കിട്ടിയെന്ന് വരില്ല ട്ടാ. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂർന്ന് ആനക്കോട്ടേക്ക് വരുമ്പോ ലീല ഗാർഡൻസ് റോഡിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.